ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. നമ്മുടെ റെന ഫാത്തിമയും കാമുകനായ ആലിമും കൂടെ അടിച്ചു പിരിഞ്ഞു എന്നുള്ള ലെവലില് റെന ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വഴിയില്ല. ആലിമുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് റെന. പെട്ടെന്ന് എന്താണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചത്? എന്തായാലും വീഡിയോ അത്യാവശ്യം വൈറൽ തന്നെയാണ്. കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ. നമ്മൾ എത്രത്തോളം ചീറ്റിങ്ങിന് അഗേൻസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ ചീറ്റ് ആണെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്യും. ഞാൻ ഈ അമിതമായി സ്നേഹിച്ചു പോകുന്നവരുടെ മാനിപ്പുലേഷൻസിൽ വീഴുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് അത് സംസാരിക്കുന്നത്. നിന്റെ വിഷമം എന്താണെങ്കിലും പറ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. സെക്കൻഡ് ചാൻസ് കൊടുക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട് സെക്കൻഡ് ചാൻസ് കൊടുത്താൽ അടിപൊളിയാവും, റിലേഷൻഷിപ്പ് സൂപ്പർ ആയി പോകും. ലക്ഷങ്ങൾ ഒന്നൊക്കെ ചിലപ്പോ അങ്ങനെ സംഭവിച്ചെന്ന് വരാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു എക്കോണമിയില് സെക്കൻഡ് ചാൻസ് കൊടുത്താലും നന്നാവുന്ന ആൾക്കാർ വളരെ കുറവ്. തേച്ചും മെഴുക്കിട്ട് പോയിട്ട് 10 വർഷം കഴിഞ്ഞു. നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കാന്നോ? എന്റെ വേദന, നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ. എന്നിട്ടൊരു കയ്യും കാലം പിടിക്കും ചെയ്യും, ഇങ്ങനൊന്നും ചെയ്യില്ലെന്നും പറയും. നമ്മളത് വിശ്വസിച്ചിട്ട് അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കും. രണ്ടാമത്തെ പ്രാവശ്യം ചീറ്റ് ചെയ്യും, എന്നിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അവർക്ക് ഒരു തൊലിഞ്ഞ കരച്ചിൽ ഡ്രാമ ഉണ്ടാവും. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. കൊടുക്കൂലേ, നമുക്ക് അത്ര ഇഷ്ടമല്ലേ ആളെ. വിദേശിച്ച അവർക്ക് ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇങ്ങനത്തെ തൊലിഞ്ഞ സ്വഭാവം കാണിക്കില്ലായിരുന്നു. അത് വേറെ കാര്യം. എന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത്, ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അങ്ങനെ ഫോർഗീവ് ചെയ്ത് കല്യാണം കഴിക്കുകയും ഫോർഗീവ് ചെയ്ത് ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ആ ആളെ കൂടെ ജീവിച്ചാൽ നടക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ ജീവിതം തൊലിക്കാം. ഇതിപ്പോ പാണ്ടാൻ തേച്ചത് വെളുപ്പായി പറഞ്ഞ പോലായി. തിന്നി ചെല്ലിനുള്ള കയറിയപ്പോ പളയും തന്ത്രനും പറഞ്ഞ് തെമ്മാടത്തരം കാണിച്ചിട്ട് അവരുടെ അവസ്ഥ സംഭവിക്കാം. നമ്മൾ കുറെ സെക്കൻഡ് ചാൻസ് കൊടുത്ത് ലാസ്റ്റ് ഇവരെന്നെ പറയും നമുക്ക് ബ്രേക്കപ്പ് ആവാം, എനിക്ക് എന്നെ പറ്റുന്നില്ല. സെക്കൻഡ് ചാൻസ് കൊടുത്ത ആള് മൂഞ്ചിപ്പോയി. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നി. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്ന സാധനം എന്താണ്? ആലിബ് തേച്ചു അല്ലെങ്കിൽ റെന തേച്ചു, രണ്ടുപേരും ബ്രേക്കപ്പ് ആയി എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. റെനയും ആലിബും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ബിഗ് ബോസിനകത്ത് തന്നെ ഒത്തിരി ചർച്ചയായതാണ്. വീട്ടുകാരെക്കാളും റെനയ്ക്ക് സ്നേഹം ഈ പറയുന്ന ബോയ് ഫ്രണ്ടിനോടാണ്. 19ാമത്തെ വയസ്സിൽ റെന ഇത്രയധികം ഒരാളെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിച്ച് വമ്പൻ വിവാദങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുള്ളതാണ്. വേണ്ടാത്ത പണിയായി പോയി. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെയോ? പിന്നെ അത് ശീലായിക്കണം, കുഴപ്പമില്ലെന്നാ ജോലിച്ച് പറഞ്ഞേ.